ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ പാർട്ടി ഓർഡറിൽ മെയിൻ കേക്കായിട്ടുള്ള 2 kg വരുന്ന ഒരു 2 ടയർ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ കേക്ക് പോപ്സ്, കപ്പ് കേക്ക്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, എങ്കിലും കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഡെക്കറേഷൻസ് എല്ലാം ഞാൻ തലേ ദിവസമാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗം പേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വൈറ്റ് കളർ ഗം പേസ്റ്റ് കുറച്ച് കോൺഫ്ലോറിൽ നല്ലതുപോലെ തന്നെ ഒന്ന് നീഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇത് ഈ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു അരയന്നമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബോഡി വരുന്ന ആ ഒരു ഷേപ്പിലാണ്, ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോഡി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗം പേസ്റ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം തിക്നെസ്സിന് വേണം റോൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് തിക്കായിട്ടും അല്ല, എന്നാൽ ഒരുപാട് തിന്നായിട്ടും റോൾ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുണ്ട് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കതൊന്ന് വെച്ച് നോക്കാം. നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഓക്കെ ആണെന്ന് തോന്നുമ്പോഴത്തേനും നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനതിന് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ചുണ്ടാണ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം ഗം പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ചുണ്ടിൻ്റെ അറ്റം വരുന്ന ഭാഗം ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അത് എത്ര നീളത്തിനാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് അരയന്നത്തിന് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ആ ബോഡിയിലൊരു ചിറക് പോലെ ചെയ്യണം. അതിനായിട്ട് ഒരു ഗം പേസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് റഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസിലോ അല്ലെങ്കിൽ പേപ്പറിലോ വരച്ചതിന് ശേഷം അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഫോണ്ടൻ ടൂൾ വെച്ചിട്ട് ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഈ അരയന്നത്തിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ തലയുടെ മേളിലൊരു ക്രൗണും കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഞാൻ ഗോൾഡൻ ഡസ്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ വീഡിയോയിലില്ല. അതുപോലെ കണ്ണിൻ്റെ ഭാഗം വരുന്നിടത്ത് ഒരു ജെൽ കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും വീഡിയോയിൽ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇനി അതിൻ്റെ മേളിലൊരു ക്രൗൺ വയ്ക്കാനായിട്ട് ഇതുപോലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്തുനിന്ന് ഇതുപോലെ 6 ആക്കായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള നീളത്തിന് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. കൈ കൊണ്ടൊന്നുകൂടി ഷേപ്പാക്കി കൊടുക്കുക. ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് നമുക്ക് അറ്റ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് കൈവച്ച് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ ക്രൗൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്പർ 1ൻ്റെ ഒരു ടോപ്പറാണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പർ ചെയ്യാനായിട്ട് ഗം പേസ്റ്റ് നല്ലോണം ഒന്ന് പരത്തി എടുത്തതിന് ശേഷം 1 എന്നുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ടർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല, ഡയറക്റ്റ് റഫായിട്ടൊന്ന് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണക്ക് കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറിലോ വരച്ചതിന് ശേഷം അത് ഇങ്ങനെ ഫോണ്ടൻ്റ് പരത്തിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1 എന്നുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ.
ഇനി വേറൊരു പീസ് ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വുഡൻ സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ സൈഡിലേക്ക് എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ഈ നമ്പർ 1നും ഗോൾഡൻ ഡസ്റ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണ നമ്മുടെ വാങ്ങാൻ കിട്ടുന്ന ഗോൾഡൻ ഡസ്റ്റ് വാങ്ങിയിട്ട് അതിൽ കുറച്ച് വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടി അതിനൊന്ന് പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്പർ 1 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വെക്കാനുള്ള നെയിം ബോർഡാണ് ചെയ്യാനുള്ളത്. അതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ലാർജ് സൈസ്, മീഡിയം സൈസ്, സ്മോൾ സൈസ്, അങ്ങനെ 3 സൈസിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ലാർജ് സൈസിലുള്ള 2 ഫ്ലവേഴ്സും മീഡിയം സൈസിലെ 4 ഫ്ലവേഴ്സും സ്മോൾ സൈസിൽ 8 ഫ്ലവേഴ്സുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ പോർഷനിലാണ് ഞാൻ നെയിം എഴുതി കൊടുക്കുന്നത്. ഇനി വേറൊരു കുറച്ച് ഗം പേസ്റ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റോസ് പിങ്കാണ് ആഡ് ചെയ്തിട്ടുള്ള ഷെഫ് മാസ്റ്ററിൻ്റെ. അത് നല്ലപോലെ നീഡ് ചെയ്തെടുത്തിട്ട് ഒരു നീളത്തിന് പരത്തി ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടൻ ബോ ചെയ്യാനായിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടൻ ബോ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ 2 വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ ഫോണ്ടൻ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2 ഇതുമാതിരിയുള്ള സ്ട്രിപ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വയ്ക്കാനുള്ള ഒരു ചെറിയൊരു ബലൂണാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോണ്ടൻ്റ് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം ഈ ഒരു ഷേപ്പാക്കി കൊടുക്കുക. അതിന് ഇതുപോലുള്ള ഒരു വുഡൻ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെറിയൊരു പീസ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ എൻഡ് പോർഷനിലൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബലൂൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കേക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ബേബി ഗേളിനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ഗം പേസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ മാജിക് കളേഴ്സിൻ്റെ സ്കിൻ ടോൺ ഒരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നല്ലതുപോലെ തന്നെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ലെഗ്സ് ചെയ്യാനായിട്ടാണ്, അതായത് ഗേളിൻ്റെ ഒരു കാല് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തതിന് ശേഷം എത്ര നീളത്തിനാണോ വേണ്ട അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലുള്ളൊരു തെർമോക്കോളിൻ്റെ ഒരു ഡമ്മി പീസിലേക്ക് ഞാൻ വെച്ചിട്ട് ഒരു വുഡൻ സ്ക്യൂർ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാലിൻ്റെ അറ്റം വരുന്ന ഭാഗത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. കാൽ പാദമാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കാലിലും അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഗം പേസ്റ്റാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലുള്ള 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബേബി ഗേളിൻ്റെ സോക്സ് ആണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഇത് ഫൈനലായി കഴിയുമ്പോൾ കേക്ക് ഈ ഒരു ടോപ്പർ ഫൈനലാവുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അത് 2 ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാലിലേക്കുള്ള ചെരുപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ ഒരു പാദം ചെയ്തതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 കാലിലും അതുപോലെ തന്നെ ചെയ്തെടുക്കണം.
ഞാൻ എന്നിട്ട് ഇത് ഫൈനൽ ഇത് കേക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ചെരുപ്പിൻ്റെ പോർഷൻ വരുന്നിടത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് ചെയ്യാം. അതിനായിട്ട് സ്കിൻ ടോൺ കളറിലുള്ള കുറച്ച് ഫോണ്ടൻ്റ് എടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എങ്ങനെയാണോ ആ രീതിക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. നെക്ക് പോർഷൻ വരുന്നിടത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്ക് പോർഷനിലേക്ക് വേറൊരു പീസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് നമ്മുടെ ആ ഒരു വുഡൻ സ്ക്യൂവറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതിങ്ങനെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ വുഡൻ സ്ക്യൂവർ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ബോഡിയിലേക്കുള്ള ഡ്രസ്സാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഇങ്ങനെ റെക്റ്റാങ്കിൾ പീസിലൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഫോണ്ടൻ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചെയ്തതുപോലെ തന്നെ ആ ഒരു നെക്ക് പോർഷനിലൂടെ അതിനെ ഒന്ന് താഴേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡ് രണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് വരുന്ന ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അത് നമുക്ക് കൈ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് എക്സസ് ആയിട്ട് ഇങ്ങനെ സൈഡിലോട്ട് നിൽക്കുന്നതിന് ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മുടെ വിരലുകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ആ ഒരു ബോഡി പാർട്ട് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് എക്സസ് ആയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബോഡിയിലേക്ക്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു പീസും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഡോളിൻ്റെ ബാക്ക് പോർഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പോർഷനിൽ നമുക്ക് അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ രീതിക്ക് തന്നെ ഞാൻ ഒരെണ്ണം കൂടി അതിൻ്റെ മുകളിലായിട്ട് രണ്ട് തട്ട് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പുറകിലോട്ടാക്കിയിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലുള്ള ബോ ചെയ്യാനായിട്ട് സിലിക്കോൺ മോൾഡിലേക്ക് കുറച്ച് ഫോണ്ടൻ്റ് വെച്ച് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബോ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ഒരു വേസ്റ്റിൻ്റെ സെൻറ്റർ പോർഷനിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് സ്കിൻ ടോൺ കളറിലുള്ള ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് ഹെഡിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ കൈകൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരു ഫോണ്ടൻ്റ് പീസ് റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വിരൽ ചെയ്യാനായിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ടൂൾ വെച്ചിട്ട് വിരലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വിരലൊക്കെ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ സ്ലീവ് വരുന്ന ഭാഗത്ത് എക്സസ് ആയിട്ടുള്ള ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു കൈ ജോയിൻ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഞാനിവിടെ 2 കൈകളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലെയും സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഇതിനൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ആ രീതിക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഡോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഹെഡ് പോർഷനിൽ മുടിയാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിനായിട്ട് ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ ബക്കൈ ബ്രൗൺ ചേർത്തിട്ടാണ് ഫോണ്ടൻറ്റ് നീഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ രീതിക്കാണ്. ആദ്യം ഒരു സ്ട്രിപ്പ് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സ്ക്വയർ പീസ് പുറകിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ളൊരു ടൂള് വെച്ചിട്ട് ഒന്നും കൂടി ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബോ വെച്ച് കൊടുക്കണം. അതിനായിട്ട് പിങ്ക് കളറിലുള്ളൊരു സ്ട്രിപ്പ് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡിലൊരു ഫ്ലവർ വയ്ക്കാനായിട്ട് ഈ ഫ്ലവർ മോൾഡിൽ ചെറിയ സൈസ് ഒരു ഫ്ലവർ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് മാജിക് കളർ എടുത്തിട്ടുണ്ട്. അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. ഇതിന് വരെ നിങ്ങൾക്ക് ഫോണ്ടൻറ്റിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടും ഇതുപോലെ കണ്ണ് വെച്ചു കൊടുക്കാം. ഇനി ഞാൻ പുരുകം വരച്ചതിന് ശേഷം മൂക്ക് വെച്ച് കൊടുക്കുകയാണ് ഒന്ന് റോൾ ചെയ്തിട്ട്. ഇനി ഈ ഒരു ടൂള് യൂസ് ചെയ്തിട്ട് വായ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബേബി ഗേൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു രീതിക്കാണ് ഞാൻ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ. പിന്നെ ചിലയിടത്ത് ഇതുപോലെ ഗോൾഡൻ കളറും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.